നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഏവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്മാർട്ട് സിറ്റി വീഡിയോ ആണ്. വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ പ്രധാന നഗരങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ അകത്തും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും നടത്തി വന്ന ഒരു പ്രോജക്റ്റാണ് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത്. സ്മാർട്ട് സിറ്റിയുടെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയ മുൻ കോർപ്പറേഷനുകൾക്ക് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് പോകാനായിട്ടൊരു അവസരം വന്നിട്ടുണ്ട്. അവർക്ക് അതിന് വേണ്ട ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ ഒട്ടനവധി സ്മാർട്ട് സിറ്റീസ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ വളരെ കുറച്ച് സ്മാർട്ട് സിറ്റികളെയാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 18ഓളം സ്മാർട്ട് സിറ്റികളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരേ ഒരു സിറ്റിയാണുള്ളത്. അത് തിരുവനന്തപുരം സിറ്റിയാണ്. തിരുവനന്തപുരം സിറ്റിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും അതിനുകൊണ്ട് അഭിമാനിക്കാവുന്ന ഒരു സംഗതി കൂടെയാണ്. ഇതിൽ നമ്മുടെ പ്രധാനപ്പെട്ട സിറ്റികളിലൊന്നായ കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചി പോലും ഇതിൽ ഇടം ലഭിച്ചിട്ടില്ല എന്നുകൂടി ഓർക്കണം. അപ്പോൾ ഇതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ നമ്മുടെ ട്രാഫിക് കൺട്രോള്, അതുപോലെ തന്നെ നമ്മുടെ റോഡ് വികസനം, ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് വളരെ ഹിറ്റായ ഒരു സംഗതിയാണ് നമ്മുടെ സ്മാർട്ട് ബസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബസ്സുകളിൽ നല്ലൊരു ശതമാനം വന്നത് നമ്മുടെ ട്രിവാൻഡ്രം കോർപ്പറേഷന് സ്മാർട്ട് സിറ്റി വഴി വന്ന ബസ്സുകളാണ്. KSRTC നിലവിൽ ഓടിക്കുന്നതിൽ നല്ലൊരു ശതമാനവും വളരെയധികം യാത്രക്കാർക്ക് ഉപകാരപ്രദമായ സർവീസുകളാണ് ഇതുവഴി നമുക്ക് ലഭിച്ചത്. അപ്പോൾ നമ്മൾ പല പ്രൊജക്റ്റുകളും അത്യാവശ്യം വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ റോഡ്സിനെ പറ്റി പറയുമ്പോഴത്തേക്കും പല പ്രശ്നങ്ങളും പറയാറുണ്ട്. കാരണം റോഡ്സിൻ്റെ പണിയൊക്കെ വളരെ ആമവേഗത്തിലാണ് നമുക്ക് മുന്നോട്ട് പോകുന്നതെന്ന് പറയാം. അതിന് ഒട്ടനവധി പ്രശ്നങ്ങൾ ഇതിനിടെ നടന്നിട്ടുണ്ട്. ആ ടെൻഡറുമായി ബന്ധപ്പെട്ടത്, ആ നടത്തിപ്പാട് പ്രശ്നങ്ങൾ, അതൊക്കെ നമുക്കൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ കുറച്ചൊക്കെ ഭേദപ്പെട്ട രീതിയിൽ തന്നെയാണ് പെർഫോമൻസ്. ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ അത് മികച്ച പെർഫോമൻസ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ട്രിവാൻഡ്രം കോർപ്പറേഷൻ ആ ഒരു ലെവലിലേക്ക് ഉയർന്നതും രണ്ടാം ഘട്ടത്തിലേക്ക് അർഹത നേടിയതും. ആദ്യഘട്ടത്തിൽ തന്നെ ഏകദേശം 1135 കോടിയോളം രൂപ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചു. അതുകൂടാതെ നമ്മുടെ നാട്ടിൽ വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ സ്മാർട്ടായിട്ടുള്ള ജിം ഏരിയാസ്, നമുക്ക് ഓപ്പൺ ജിം ഏരിയാസ് ഒക്കെ ഒത്തിരി വന്നിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് സിറ്റി പദ്ധതിയിലൂടെ. അതുപോലെ തന്നെ നമുക്ക് കുടിവെള്ളം ലഭിക്കുന്ന, ചൂടുവെള്ളവും അതുപോലെ തന്നെ തണുത്ത വെള്ളവും ലഭിക്കുന്ന കുടിവെള്ള വാട്ടർ പോയിന്റുകൾ നമുക്ക് നമ്മുടെ ജില്ലയിൽ, അതായത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം വന്നു കഴിഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല നൂതന കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും അതൊന്നും അഡ്വക്കേറ്റ് അല്ല. ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഒരു ചോദ്യം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രം കോർപ്പറേഷനിലുള്ള ആൾക്കാർ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം പറയുക എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെൻ്റ് ആയിരിക്കും. നമുക്ക് ഒരു നല്ല രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഈ 2.0 ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റിനാണ്. നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് നടത്താൻ സാധിച്ചില്ലെങ്കിൽ ആ സിറ്റിയിൽ പല വിധത്തിലുള്ള നമ്മളെ പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ക്ലീൻനെസ് എപ്പോഴും ഒരു വിഷയമായിട്ട് മാറും. അപ്പോൾ അതൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ട്രിവാൻഡ്രം എന്ന് പറയുന്ന നഗരം വളർന്നുകൊണ്ടിരിക്കുന്ന നഗരമാണ്. അടുത്ത ഇന്ത്യയുടെ പോർട്ട് സിറ്റിയാണ്. അടുത്ത 10 വർഷം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഫോക്കസ് സിറ്റി കൂടിയാണ്. പല വിധത്തിലുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസും ഇവിടെ വരുന്നുണ്ട്. IT മേഖല കുതിച്ചുയരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് അനുബന്ധ ഡെവലപ്മെൻറ്റും ഇവിടെ നടന്നു വരുന്നുമുണ്ട്. നമുക്ക് വിചാരിക്കാവുന്നതിന് അപ്പുറമുള്ള ഡെവലപ്മെൻറ്റാണ് ട്രിവാൻഡ്രത്ത് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെയധികം മുൻപന്തിയിലേക്ക് എത്തണം, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയേ മതിയാവത്തുള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഉറവിട മാലിന്യ സംസ്കാരത്തിനാണ്. ഇവിടെ മേജർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടൊരു സെൻട്രലൈസ്ഡ് ഈ മാലിന്യം ശേഖരിച്ച് അത് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു പദ്ധതിയും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ പല കോർപ്പറേഷനുകളും അത് ചോദിക്കുന്നുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് അവർക്ക് വേണ്ടതെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികൾ വരുന്നുണ്ട്. ഇത് കൂടാതെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് തുടക്കത്തിൽ 150 കോടിയുടെ ഒരു സഹായമായിരിക്കും കോർപ്പറേഷനുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മുടെ കോർപ്പറേഷനുകൾ വികസിച്ച് മുന്നേറേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ പ്രധാനപ്പെട്ട സിറ്റീസ് വികസിക്കുമ്പോൾ അതിന് അനുബന്ധമായിട്ടുള്ള ചെറുനഗരങ്ങളും വികസിക്കും. ചെറുനഗരങ്ങൾ മാത്രമല്ല, അതിനോട് ചേർന്ന് കിടന്ന സ്ഥലങ്ങളും വികസിക്കും. അങ്ങനെ വികസിക്കാൻ മാത്രമേ നമുക്ക് നമ്മുടെ മൊത്തം നാടിനെ വികസിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ സ്മാർട്ട് സിറ്റിയിലൂടെ നമ്മുടെ തിരുവനന്തപുരം അച്ചീവ് ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്.
ആ ഒരു വലിയ കാര്യത്തിന് വലിയൊരു സല്യൂട്ട് നൽകിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ ഞാൻ ഷിബു സാലിഹ എന്നോടൊപ്പം പറയുന്ന സ്റ്റാച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രസ് കേരള.